ഈ വീഡിയോയിൽ കുറേ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യമേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കാം. ഇന്ത്യയിൽ ഗുജറാത്തിൽ, അതായത് ആഭ്യന്തരമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രിയുടെയും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിൽ തന്നെയാണ്. അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റിസൺസ് ഇപ്പം അതാത് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബോർഡറിലൊക്കെ നല്ല തിരക്കാണ്, വണ്ടികളൊക്കെ ലോങ് ക്യൂ ആണ്. ഇന്ത്യയിൽ ഉടനീളം ഈ അനൗൺസ്മെന്റ് ബാധകമാണ്. ഏതാണ്? പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ പുറത്തു പോകണം, പിന്നെ സാർക്കിലൂടെ വിസ നേടി വന്ന ആൾക്കാരെല്ലാം തന്നെ പുറത്തു പോകണം എന്നുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനികൾ ഒറ്റൊരെണ്ണം ഇന്ത്യക്കകത്ത് ഉണ്ടാവാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഗുജറാത്തിൽ നിന്ന് ഒരു 1200 പേരോളം പിടിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് എന്തായാലും അമിത്ഷാക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗുജറാത്ത് സ്റ്റേറ്റിൽ തന്നെ അവര് 1200 പാകിസ്ഥാനികളോ, അതും ഗുജറാത്ത് എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റിൽ മാത്രം. ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ID കാർഡെല്ലാം മേടിച്ച് പരിശോധിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിനകത്ത് പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാർ വളരെ തുച്ഛമായിട്ടുള്ള 100-150 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തം ബംഗ്ലാദേശികളാണ്. ഇത് നമ്മൾ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗുജറാത്ത് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ മാത്രം 1200 പേരെ പിടിച്ചപ്പോഴത്തേക്കും ഏതാണ്ട് 1000 പേരോളം ബംഗ്ലാദേശികളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇവറ്റകൾ എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചു നോക്കാൻ പറ്റുന്നത്. അപ്പൊ അതായത് എത്രമാത്രം ബംഗ്ലാദേശികൾ ഇന്ത്യക്കുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യ സഞ്ചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് താങ്ങാനാകുന്നതിന് അപ്പുറമാണ്. ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി സർവൈലൻസ് ഫോഴ്സ് ഇതിനു വേണ്ടി തന്നെ നിയമിച്ച് ഇവരെയൊക്കെ പരിശോധിച്ച് ഇവരുടെ രേഖകൾ പരിശോധിച്ച് നിയമവിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മൊത്തം പിടിച്ച് പുറത്താക്കണം. ഇവരൊക്കെ ഇല്ലീഗൽ എമിഗ്രന്റ് ആണ്, അത് 100% ഉറപ്പാണല്ലോ. ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യക്ക് ഭീഷണിയാണ് ഇവര്. ഈ ഇന്ത്യക്ക് ഭീഷണിയായിട്ടിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് ആദ്യം പുറത്താക്കുക. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പാകിസ്ഥാനെ അടിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. അതിലുപരിയായിട്ട് അതിനോടൊപ്പം തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഒരു നിയമമാണ് ഈ ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളത്. ഇത് കുറെ നാളുകൊണ്ടേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗ്ലോബൽ ഇവന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാനിലേക്ക് പോകാം ആദ്യം. കാരണം ഇറാനിൽ ഒരു വലിയ ബ്ലാസ്റ്റ്, ഈ അപകടത്തിൽ 8 പേര് മരണപ്പെട്ടിട്ടുണ്ട്, 700 പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് ഇതുവരെ സോഫാർ. പക്ഷെ ഇതിന്റെ മരണനിരക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്ര ഹ്യൂജ് ആയിരുന്നു. അതായത് മിസൈലിന് വേണ്ടിയിട്ടുള്ള ഫ്യൂവലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കിക്കോണം, ഇത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സോഡിയം പെർക്ലോറൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പോണന്റ് ആണ് ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ചത്. ഇത് ഏതാണ്ട് 1000 ടൺ ആണ് ഇതിന്റെ വെയിറ്റ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് 1000 ടൺ ഇറക്കുമതി ചെയ്ത് ഇവര് മിസൈൽ ഫ്യൂവലിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം മിസൈലുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 1000 ടൺ ഇറക്കുക എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത്. ഇറാന്റെ അടുത്ത് ന്യൂക്ലിയർ ഡീലുമായിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുമ്പോൾ തന്നെ ഇറാൻ ഒരു സൈഡിൽ കൂടെ അവരുടെ മിസൈൽ കപ്പാസിറ്റിയും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയാണെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണ് ഇതിന്റെ മറ്റൊരു സൈഡിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അതേപോലെ തന്നെ ഇറാനുമായിട്ടുള്ള 3ാമത്തെ റൗണ്ട് ന്യൂക്ലിയർ ടോക്ക് ചർച്ച ഒമാനിൽ വെച്ച് സംഘടിപ്പിച്ചു. അതിനകത്ത് മാർക്കോ റൂബിയോ അതേപോലെ സ്റ്റീവ് വിറ്റ്കോഫ് രണ്ടുപേരും തന്നെ US ഭാഗത്ത് നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒമാനിൽ വെച്ച് നടത്തിയ ഈ ഒരു ചർച്ചയിൽ വലിയതായിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയൊരു ഡിസ്അഗ്രിമെന്റ് ഇറാനുമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തു വരാത്തത്. ഡിസ്അഗ്രിമെന്റ് വേറെ ഒന്നുമല്ല. നമ്പർ 1, ഇറാൻ എൻറിച്ച്മെന്റ് പ്രോസസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. നമ്പർ 1, ആ കണ്ടീഷൻ ഇറാൻ എതിർക്കുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ് ഈ ഒരു നിർദ്ദേശം ആവശ്യപ്പെട്ടത്. രണ്ടാമത് ഇറാൻ എന്താണ് ആവശ്യപ്പെട്ടത്? അതായത് ഞങ്ങൾക്ക് ഒരു ടെമ്പററി ഡീൽ മതി എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് US അംഗീകരിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ഘട്ട ചർച്ചയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 4ാം ഘട്ട ചർച്ച യൂറോപ്പിൽ വെച്ചിട്ട് നടക്കും എന്നാണ് പറയുന്നത്. ഇറ്റലി ആവാനാണ് സാധ്യത, പക്ഷെ ഇതുവരെ സ്ഥലമൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇനി ഇതിലുപരിയായിട്ട് ഇത് 2 പോയിന്റുകളും തന്നെ ഇത് ഡിസ്അഗ്രിമെന്റിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു 80% ഇത് ഡിസ്അഗ്രിമെന്റിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഉള്ളിലുള്ള പൊളിറ്റീഷ്യൻസിന് 2 അഭിപ്രായമാണ്. ഈ ഒരു ചർച്ചയിൽ ഡിസ്അഗ്രിമെന്റിനെ തുടർന്ന് ട്രംപ് ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ട്രംപിന് ആയത്തുള്ള ഖമനേയി, അതായത് ഇറാന്റെ സുപ്രീം ലീഡർ അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ്, 2ൽ ഒരാളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയാൽ കൊള്ളാം. ഐ ആം റെഡി ഫോർ ദാറ്റ്. അതായത് ട്രംപ് ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു പ്രപ്പോസൽ ഇറാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിലുപരിയായിട്ട് ഈ ഒരു പ്രപ്പോസലിനെതിരെ ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട്. സ്വരങ്ങൾ എന്ന് നമുക്ക് പറയുന്നതിനുപരിയായിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ലീഡർ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ക്ലറിക്കൽ പോസ്റ്റിൽ വരുന്ന ഇവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ IRGCയിൽ തന്നെയുള്ള വ്യക്തിയാണ് മുസ്തഫ പോർ മുഹമ്മദി എന്ന് പറഞ്ഞ അവിടുത്തെ ഇറാന്റെ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറാണ്. പുള്ളിയുടെ വോയിസിന് വാല്യൂ ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇൻഡയറക്റ്റ് മോക്കിംഗ് ആണ്. ഇൻഡയറക്റ്റ് മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഇറാനുമായിട്ട് സംസാരിക്കാൻ പ്രപ്പോസൽ വെച്ചിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ശരിക്കും ന്യൂക്ലിയർ ഡീൽ സംസാരിക്കാനാണോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഡീൽ സംസാരിക്കാനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ അതായത് ഇനി ഇതിലുപരിയായിട്ട് ആയത്തുൽ ഖമനേയി ട്രംപിനെ കണ്ട് സംസാരിക്കാൻ പാടില്ല. അതാണ് ഈ ഒരു ഇൻഡയറക്റ്റ് ഡയലോഗിന്റെ മീനിങ്. ഇങ്ങനെ ഒരാൾ റിയൽ എസ്റ്റേറ്റ് ഡീലാണോ ന്യൂക്ലിയർ ഡീലാണോ എന്ന് ചോദിച്ച സ്ഥിതിക്ക്, ആ രാജ്യത്തിനുള്ളിൽ തന്നെ ചോദിച്ച സ്ഥിതിക്ക് പിന്നെ ആയത്തുൽ ഖമനേയി എങ്ങനെയാണ് സംസാരിക്കാൻ തയ്യാറാവുക? തീർച്ചയായിട്ടും സംസാരിക്കാൻ തയ്യാറാവില്ല. അതിലുപരിയായിട്ട് ഒരു പക്ഷേ മസൂദ് പെസസ്കിയാൻ എന്ന് പറഞ്ഞ ഇറാനിയൻ പ്രസിഡന്റ് ഒരു പക്ഷേ മീറ്റ് ചെയ്തേക്കാം. അതും തന്നെ ഇതുവരെ ഉറപ്പായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതാണ് നിലവിലെ അവസ്ഥ. ട്രംപ് പലപ്പോഴും ഇങ്ങനെയാണ് വായി തോന്നിയത് അങ്ങ് പറയുക എന്നുള്ളതാണ്. ഓൾറെഡി ഒരു ഡീൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏതാണ്ട് ഡിസഗ്രിമെന്റ് കുറെ ഉണ്ട്. അതിൽ തന്നെ ഇതുവരെ ഒരു തീരുമാനങ്ങളായിട്ടില്ല. ഇപ്പൊ ഏതാ 4ാമത്തെ റൗണ്ട് ചർച്ചയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ഇഷ്യൂ. ട്രംപ് എല്ലാ കാര്യത്തിലും കുറച്ച് അർജൻസി കാണിച്ചിട്ട് കുറച്ച് അഗ്രസീവായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഈ ഒരു താരിഫിന്റെ ഡീൽ തന്നെ നോക്കൂ. അതായത് യുഎസിന്റെ ഉള്ളിൽ സ്റ്റോക്സ് വളരെ കുറവാണ്. ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ഷോർട്ടേജ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനോണിമസ് ആയിട്ട് ഒരു പ്രൈസ്, അനോണിമസ് ആയിട്ട് ഒരു വില വർധനവും അമേരിക്കയുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് പ്രോഡക്റ്റുകൾ ഷോർട്ടേജ് ആണ് അമേരിക്കയുടെ ഉള്ളിൽ. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഒരു താരിഫ് തന്നെ. പോപ്പ് ഫ്രാൻസിസിന്റെ ബരിയൽ സെറമണി ഉണ്ടായിരുന്നു. ഒരുപാട് ഗ്ലോബൽ ലീഡേഴ്സ് അവിടെ പങ്കെടുത്തു. അതുപോലെ മെലാനിയ ട്രംപ് രണ്ടുപേരും കൂടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സെറമണിയിൽ പങ്കെടുക്കേണ്ടായി. ഇറാന്റെ റെപ്രസെന്റേറ്റീവ് പങ്കെടുത്തിട്ടുണ്ട്. ഉക്രൈനിലെ സെലൻസ്കി പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ഗ്ലോബൽ ലീഡേഴ്സ് റെപ്രസെന്റ് ചെയ്ത് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു സെറമണി. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് ഒരു സ്വീഡൻ പൗരനെ, ഈ സ്വീഡൻ പൗരൻ എന്ന് പറഞ്ഞാൽ അയാൾ സ്വീഡൻ പൗരനാണ്, പക്ഷെ ഇറാൻ ഒറിജിൻ ആണ്. അപ്പൊ അങ്ങനെ ഇറാനിൽ വന്ന സമയത്ത് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തിയാണ്, പഠനകാര്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വന്ന ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വധശിക്ഷ നടപ്പാക്കാനുള്ള ഏകദേശം ടൈം ആയി വരുന്നു. അപ്പൊ അതിനെതിരെ സ്വീഡൻ ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുകയാണ്. സ്വീഡൻ പറഞ്ഞിരിക്കുന്നത് അയാളെ എത്ര വേഗം റിലീസ് ചെയ്യണം, അയാൾ ഞങ്ങളുടെ പൗരനാണ് എന്നുള്ളൊരു വാദമാണ് സ്വീഡൻ ഉയർത്തിയിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ ഡെയിലി 10 പേരെ വെച്ച് തൂക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് അവസ്ഥയിൽ എത്തും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്തായാലും സ്വീഡൻ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ കണ്ടറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. ഇറാന്റെ കസ്റ്റംസ് ഒക്കെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ട് പിന്നെ എന്തിനാണ് വീണ്ടും ഇവിടെ മടങ്ങി വരുന്നത്? അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാല്, അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഇവർ കുറച്ചൊക്കെ ഒരു ഫ്രീഡം ഉള്ള ആൾക്കാരായിട്ട് മാറിത്തീരുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ബിഹേവിയർ കാണിക്കുക, അപ്പോഴത്തേക്ക് ഒരു പിടിച്ച് അകത്താക്കും. അപ്പൊ അങ്ങനെ അകത്താക്കി കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വെട്ടിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് കണ്ടറിയാം ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു വെച്ചിട്ട്. അമേരിക്ക ഇന്ന് അവരുടെ യുണൈറ്റഡ് നേഷൻസിലെ ടൈം, ഓരോരുത്തർക്ക് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ ടൈം ലൈനിൽ അമേരിക്കയുടെ റെപ്രസെന്റേറ്റീവ് ചോദിച്ചു മേടിച്ചത് സിറിയക്കെതിരെ സംസാരിക്കാനാണ്. സിറിയക്കെതിരെയല്ല, സിറിയക്ക് ഉപദേശം. സിറിയയുടെ ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, സിറിയക്ക് അമേരിക്ക UN വെച്ച് കൊടുത്ത ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇറാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുക. ഇറാന്റെ പ്രസൻസ് സിറിയക്കുള്ളിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതിനു മുമ്പും ഇറാൻ തന്നെയാണല്ലോ ഈ സിറിയ ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും സിറിയയുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുമായിട്ടോ അല്ലെങ്കിൽ അവരിപ്പോ നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ റിലേഷൻഷിപ്പുമായിട്ടോ ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക ഈ ഒരു സെന്റൻസ്, അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അൺഒഫീഷ്യലായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അവര് പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചപ്പോഴത്തേക്കും US താല്പര്യം ഇറാനുമായിട്ടുള്ള ബന്ധം സിറിയ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഒരു വാർത്ത, ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാര്യം ഫ്രാൻസ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ മാക്രോൺ, ഒരു പ്രോ പാലസ്തീനിയൻ നിലപാടുള്ള ഒരാളാണ് ഇമ്മാനുവൽ മാക്രോൺ. അപ്പൊ പെട്ടെന്ന് ഈ ഒരു വാർത്ത വായിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടാണ് നോക്കിയത്. അതായത് ഇറാനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിൽ ഒരു പ്രോ പാലസ്തീനിയെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രോ പാലസ്തീനി പോസ്റ്റർ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാലസ്തീനിയെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പോസ്റ്റർ എന്തായിരുന്നു എന്ന വിവരമൊന്നും പുറത്തു വരുന്നില്ല. പണ്ടൊരു പോസ്റ്റർ വിവാദം അറിയാമല്ലോ. പണ്ടൊരു സ്കൂൾ അധ്യാപകൻ ഇങ്ങനെ ഒരു പടം വരച്ചതിന്റെ പേരിലാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് എന്ത് പോസ്റ്റർ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ എന്തോ ഒരു വിചിത്രമായ ഒരു പോസ്റ്റ് അവർ വരച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അറിയാൻ പറ്റും. എന്നാലും ഫ്രാൻസ് ഒരു പ്രോ പാലസ്തീനിയെ ഡീറ്റെയിൻ ചെയ്തിരിക്കുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ വാർത്ത തന്നെയാണ്. കാരണം ജൂണില് പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപനം എടുത്തിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു പ്രോ പാലസ്തീനിയെ പുള്ളി പിടിച്ചകത്താക്കുന്നത്? അപ്പൊ അതാണ് നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇസ്രായേൽ നറ്റാൻസിലെ ന്യൂക്ലിയർ സൈറ്റുകൾ അറ്റാക്ക് ചെയ്ത് കളയുമോ, അതായത് അണ്ടർഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ സൈറ്റുകൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത കിട്ടിയതിനെ തുടർന്ന്, ഇറാന്റെ ഇന്റലിജൻസിന്റെ വാർത്ത കിട്ടിയതിനെ തുടർന്ന് ഇറാൻ നറ്റാൻസിലെ ന്യൂക്ലിയർ സൈറ്റിലേക്ക് അഡീഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. ഫോഴ്സ് മാത്രമല്ല, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം കൂടി അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റം നറ്റാൻസിലെ ന്യൂക്ലിയർ സൈറ്റ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഇറാൻ എന്നുള്ളതാണ് അവർ വീണ്ടും തെളിയിക്കുന്നത്. അപ്പൊ എന്തായാലും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ ഡീപ്പസ്റ്റ് റോളിൽ എന്തൊക്കെയോ റിസർച്ചുകൾ നടക്കുന്നുണ്ട്.
എന്നുള്ള കാര്യമാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ മാപ്പിൽ കാണിക്കുന്നതാണ് നെറ്റാൻസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. അവിടെ യെല്ലോ കളർ ആരോ മാർക്സിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ് ഈ ആരോ മാർക്കിൽ കാണുന്നത്. ഇറാനും റഷ്യയുമായിട്ട് 4 കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതായത് എല്ലാം തന്നെ ഓയിൽ ഫെസിലിറ്റി ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറാണ്. $4 ബില്യൺ കരാറാണ് ഇറാനും റഷ്യയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെ പരാഗ്വേ എന്ന് പറഞ്ഞ രാജ്യം ഇറാന്റെ IRGC എന്ന് പറഞ്ഞ ആർമി, അവരുടെ ഇറാന്റെ നാഷണൽ ആർമി ഉണ്ടല്ലോ, ആ ആർമിയെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ നാഷണൽ ആർമിയാണ് IRGC എന്ന് പറഞ്ഞ ഇറാന്റെ നാഷണൽ ആർമിയാണ് പരാഗ്വേ എന്ന് പറഞ്ഞ രാജ്യം തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു സ്ട്രേഞ്ച് വാർത്തയാണ്. കാരണം വേറെ ഒരു രാജ്യങ്ങളും ഇത് ചെയ്തിട്ടില്ല. ഒരു രാജ്യത്തിന്റെ നാഷണൽ ആർമിയെ പിടിച്ച് തീവ്രവാദിയാക്കുക എന്നുള്ളത്. പരാഗ്വേ ഈ വിഷയത്തിൽ വളരെ ഐഡന്റിക്കലാണ്. പെർഫെക്റ്റ് ആയിട്ട് ഒരു വിഷയം ചെയ്തിട്ടുണ്ട്. ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. പലതരത്തിൽ പ്രോക്സികൾ ഉണ്ടാക്കി തീവ്രവാദം പ്രചരിപ്പിച്ചാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ മൂല കാരണം എന്നുള്ള നിലയിൽ IRGCയെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വളരെ ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഒരു സൈഡിൽ പോപ്പിന്റെ ബറിയൽ സെറമണി നടക്കുന്നതിനിടെ സൈഡ് ലൈനിൽ ട്രംപും സെലൻസ്കിയും കൂടെ ഒരു ചെറിയ മീറ്റിംഗ്. ഈ ഇരിക്കുന്നത് ട്രംപും സെലൻസ്കിയുമാണ്. അവിടെ വാറ്റിക്കനിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ സൈഡ് ലൈനിൽ ഇരുന്ന് സംസാരിച്ചപ്പോഴത്തേക്കും രണ്ടുപേരും കൂടി വളരെ സമാധാനപരമായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ സംസാരിച്ച് തീർത്തപ്പോഴത്തേക്കും വന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ട്രംപ് പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ട്രംപ് ഇട്ട പോസ്റ്റ് പുടിനെതിരെയാണ്. പുടിനെതിരെ എന്താണ് ഇട്ടത്? സാങ്ഷൻസ് ആൻഡ് സെക്കൻഡറി സാങ്ഷൻസ്. ഇനി ഇതേപോലെ ഹാർഷ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ ഉക്രൈന്റെ ഉള്ളിൽ ഒരുപാട് ലൈഫ് ഓൾറെഡി തന്നെ ലോസ്റ്റ് ആയി. അപ്പൊ ഇനിയും ഇതേപോലത്തെ ആക്രമണങ്ങൾ, വളരെ അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ പോലത്തെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ നിർത്തണം. അത് നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സാങ്ഷൻസ് ആൻഡ് സെക്കൻഡറി സാങ്ഷൻസ് അതൊക്കെ ഞാൻ ഇടും എന്നുള്ള ഒരു നിർദ്ദേശമാണ് പുടിന് കൊടുത്തതായിട്ട് പുള്ളി ട്വിറ്ററിലൂടെ, അതായത് എക്സ് പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തിയത്. സെലൻസ്കി ഇപ്പൊ ഏതാണ്ട് യുദ്ധം നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഒരു കൺസെന്റ് അറിയിച്ചതായിട്ടൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ എന്താണ് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ സെലൻസ്കി പെട്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഏതാണ്ട് ട്രംപിന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോഴത്തേക്കും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് XYZ ഒക്കെ സംസാരിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വിഷയം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇനി ഡിസ്കസ് ചെയ്യണം. യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച നടത്തണം. മാക്രോണുമായിട്ട് സംസാരിക്കണം. ഇനി UK സ്റ്റാർമറുമായിട്ട് സംസാരിക്കണം. ഇവിടെയൊക്കെ സംസാരിക്കുമ്പം ഇതിൽ ഡിസഗ്രിമെന്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ വീണ്ടും ട്രംപിനെ തേയ്ക്കും സെലൻസ്കി. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ വഷളാകാൻ പോകുന്നു ട്രംപ് സെലൻസ്കി ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും നെഗോസിയേഷൻസ് നമ്മൾ ഉടനീളം മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്തൊരു ഗുരുതരമായ പ്രശ്നം ട്രംപിനും സെലൻസ്കിക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഇപ്പോഴെങ്കിലും അവസാനിക്കാൻ പോകുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന്റെ പ്രപ്പോസൽ പ്ലാൻ 4 ദിവസമായിട്ടില്ല സെലൻസ്കി എടുത്ത് ദൂരെ കളഞ്ഞിട്ട്. എന്നിട്ടാണ് വീണ്ടും വാറ്റിക്കനിൽ വെച്ചിട്ട് സൈഡ് ലൈനിൽ ഒരു മീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സോയാബീൻ കയറ്റുമതി അമേരിക്കയിൽ നിന്നും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ചൈനയ്ക്കുള്ളിൽ. അപ്പൊ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്ന ചാർട്ട്. ഇനിയിപ്പോ ഇത് അങ്ങോട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. കാരണം ചൈനയ്ക്ക് ഈ ഒരു സോയ ചങ്ക്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടുത്തെ പിഗ് ഫാമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതാണ് അതിന്റെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സോയ ചങ്ക്സ്. ഈ സോയ ചങ്ക്സിന്റെ വിഷയമാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചൈനയ്ക്കുള്ളിൽ ഒരു ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ബ്രസീൽ ത്രൂ കൊടുക്കാം എന്നാണ് അമേരിക്ക ആലോചിക്കുന്നതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു താരിഫ്? വളഞ്ഞു മൂക്ക് പിടിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു താരിഫ്? ഈ താരിഫൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ നേരെ ചുവങ്ങ വെക്കൂടെ? അതായിരിക്കും നല്ലത്. കാരണം ഇതൊന്നും ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഓവർ നൈറ്റിൽ എല്ലാ മാനുഫാക്ചറിംഗ് കമ്പനികളെയും അമേരിക്കയ്ക്കുള്ളിൽ കൊണ്ടുവരാം എന്നുള്ള സ്വപ്നം അതൊരു ദിവാസ്വപ്നമാണ്. ശരിക്കും അങ്ങനെ നടക്കത്തില്ല. അത് പ്രാക്ടിക്കലായിട്ട് പല പല കമ്പനികളും സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർക്ക് സബ്സിഡി കൊടുത്ത് അവരെ പതിയെ അമേരിക്കയുടെ ഉള്ളിലേക്ക് വലിച്ച് അവർക്ക് ഒരു ബിസിനസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് ഒരു പ്രൊഡക്ഷൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പതിയെ കമ്പനികളെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് താരിഫൊക്കെ ഉയർത്താൻ പറ്റും. അല്ലാതെ ഇത് ഗ്രാജുവലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതിന് പകരം ഇമീഡിയറ്റ് ആയിട്ട് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതാണ് പ്ലാനിങ് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ. ഇസ്രായേൽ ഗാസ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സദൻ ഗാസ ഭാഗത്ത് നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബഫർ സോൺ ഏരിയയിൽ വീണ്ടും ആക്രമണം. അപ്പൊ അതിലെ ഒരു IDF ഉദ്യോഗസ്ഥൻ അതേപോലെ ഒരു പോലീസ് ഓഫീസർ 2 ഇസ്രായേലികൾ ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഗാസയ്ക്കുള്ളിൽ ഫുഡ് ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം, അതായത് ട്രംപും നെതന്യാഹും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഗാസയ്ക്കുള്ളിൽ എയ്ഡ് കൊടുക്കാനുള്ള ഇൻഫർമേഷൻസ്, അതായത് ഫുഡ് ഫെസിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തതായിട്ടാണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് റിപ്പോർട്ട് വരുന്നത്. ഒരു ഹമാസ് മെമ്പർ, ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ആണ് ഫൗസി ബർഹൂം എന്നാണ് ഇയാളുടെ പേര്. ഫൗസി ബർഹൂം മൊറോക്കോയിലോട്ട് പോയ സമയത്ത് മൊറോക്കോ ഇയാൾക്ക് എൻട്രി പെർമിറ്റ് കൊടുത്തില്ല. മൊറോക്കോ പറഞ്ഞത് ഹമാസിന്റെ മെമ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊറോക്കോയിൽ എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിനൈ ചെയ്യാണ് ചെയ്തത്.
ഇത് സാധാരണ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മൊറോക്കോ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. മൊറോക്കോയുടെ ഈ ഒരു നിലപാട് ഇസ്രായേൽ വളരെ അപ്രിഷിയേറ്റ് ചെയ്താണ് വളരെ അപ്രിസിയേഷനോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം മൊറോക്കോയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര അപ്രിസിയേഷനോട് കൂടി നോക്കി കാണാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. സദൻ ഗാസ ഭാഗത്ത് പുതിയ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ടെന്റുകൾ നിർമ്മിക്കാനുള്ള ഒരു സ്പേസ് ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. അതായത് സൗത്ത് ഗാസ ഭാഗത്ത് നിങ്ങൾ ടെന്റ് ഇട്ടു. അതായത് ഹ്യൂമാനിറ്റേറിയൻ ടെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അത് റെഡ് ക്രോസിലെ ആൾക്കാർ, പ്രധാനമായിട്ട് റെഡ് ക്രോസിലെ ആൾക്കാർ. അപ്പൊ റെഡ് ക്രോസിലെ ആൾക്കാർക്ക് അവിടെ ടെന്റ് ഇട്ട് അവർക്ക് താമസിക്കാം. അതായത് അവിടെ ഗാസ നിവാസികളെ കൊണ്ട് താമസിപ്പിക്കുന്നതല്ല, ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതായത് ഇതിനു മുമ്പ് ഒരു കേസ് അവിടെ കിടപ്പുണ്ട്. ഈ ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മേളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളൊരു ആരോപണം അവിടെ കിടപ്പുണ്ട്. ആരോപണമല്ല, അത് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു ആർഗ്യുമെന്റിൽ ഞങ്ങൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ കൊടുക്കാം, അപ്പൊ നിങ്ങൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വന്ന് റെസ്റ്റ് ചെയ്തോ, അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ അറിഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും അവിടെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. വെറും ഓപ്പറേഷൻസ് അല്ല, മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ ഒരു മിസ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ വാർഫീൽഡ് ആണ്, അതിനകത്ത് ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് ഒരു ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾ തരാം, നിങ്ങൾ അവിടെ താമസിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സൗത്ത് ഗാസ ഭാഗത്ത് ടെന്റ് അടിക്കാനുള്ള പെർമിഷൻ കൊടുത്തത്. ഈ കാണുന്നതാണ് അടിച്ചിരിക്കുന്ന ടെന്റുകൾ. ഈ കാണുന്ന ഇമേജ് ജസ്റ്റ് റിയൽ ടൈം ഫോട്ടോ ആണത്. വാർത്തകൾ ഒരുപാടുണ്ട്. എന്തായാലും തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.